ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനൊരു യൂട്യൂബ് ചാനൽ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കാരണം എൻ്റെ പല വീഡിയോകളും നിങ്ങൾ കാണുകയാണെങ്കിൽ മനസ്സിലാകും. കാരണം ഞാൻ ഇതിപ്പോൾ ചെറുതായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് എന്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കാൻ തീരുമാനിച്ചതെന്ന്. ഞാൻ ഷുഗർ രോഗം കൊണ്ട് ഒരു വർഷക്കാലമായി പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ മരുന്നോ ഗുളികയോ ഒന്നും കുടിച്ചിട്ടില്ല. അത് കുടിക്കാതെ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഭക്ഷണത്തിലൂടെ ഈ ഷുഗറിനെ കൺട്രോൾ ചെയ്ത് മാറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നൊരു ആളാണ്. അതുകൊണ്ട് എനിക്കിപ്പോൾ നോർമലായിട്ടുണ്ട്. നോർമലായ വിവരം നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഷുഗർ രോഗം വലിയൊരു പ്രശ്നമായിട്ട് കാണാതെ മാനസികമായിട്ട് സംഘർഷമില്ലാത്ത ഒരു സന്തോഷമായൊരു ജീവിതം നയിക്കാൻ വേണ്ടി എന്നെപ്പോലെ നിങ്ങളും തയ്യാറാവണം എന്ന് അറിയിക്കുന്നൊരു വീഡിയോ ആണിത്. സത്യസന്ധമായിട്ടാണ് ഞാനിത് പറയുന്നത്. ഞാൻ കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ട് തന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോകൾ അവതരിപ്പിക്കാനും ഇതിൻ്റെ കാര്യങ്ങൾ പറയാനും തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ അയച്ചു തരുന്നത് എൻ്റെ ബ്ലഡ് ഗ്ലൂക്കോസ് ചെക്ക് ചെയ്ത സിസ്റ്റർമാർക്കാണ്. കാരണം അവരുടെ വീട്ടിലും അവരുടെ കുടുംബത്തിലൊക്കെ ഇതുണ്ട്. അപ്പോൾ എന്നോട് അവർ ചോദിച്ചു ഇത് പറഞ്ഞു കൊടുക്കാൻ. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അതിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. ഭക്ഷണം കഴിക്കണം എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വിശദമായിട്ട് കാണുകയും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് വീഡിയോ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടത് ഒന്നും അറിയില്ല. എൻ്റെ പരിമിതമായ അറിവ് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത്. ഇതിൽ പോരായ്മകളും ഒക്കെ ഉണ്ടാവും. അത് നിങ്ങൾ നല്ലൊരു കാര്യത്തിനാണല്ലോ ഞാൻ ചെയ്യുന്നത് എന്ന് വിചാരിച്ചിട്ട് എന്നോട് നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നതാണെങ്കിൽ നിങ്ങൾ സ്വീകരിക്കണം, നിങ്ങൾക്കിത് ഉപകാരപ്പെടാത്തതാണെങ്കിൽ നിങ്ങൾ ഒഴിവാക്കണം. പക്ഷേ ഒരു പ്രാവശ്യമെങ്കിലും എൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് ഷുഗർ രോഗികളായ ആളുകൾ കണ്ടിട്ട് തീരുമാനമെടുത്തിട്ട് വേണം ഒഴിവാക്കാൻ. ഇത് എനിക്ക് കിട്ടാത്ത അറിവ് എന്ന് പറഞ്ഞാൽ ആരും എനിക്ക് ഭക്ഷണം കഴിച്ച് കാണിച്ചു തന്നുകൊണ്ട് ആരും എനിക്കിത് പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ ഭക്ഷണം കഴിച്ച് അനുഭവപ്പെട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കി ആ ഭക്ഷണം നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇതിനൊരു പ്രത്യേക പേരിടാനോ ഒന്നിനും ഞാൻ തയ്യാറല്ല. ഈ ഭക്ഷണം ഞാൻ കഴിക്കുന്നു, എനിക്ക് അസുഖം മാറിയിട്ടുണ്ട്. ഈ ഭക്ഷണം നിങ്ങൾ കഴിച്ചാൽ നിങ്ങൾക്ക് അസുഖം മാറും. എങ്ങനെ, നിങ്ങൾ എന്ത് ചെയ്യണം, എന്താണ് തുടങ്ങേണ്ടത്, എവിടുന്ന് തുടങ്ങണം എന്നുള്ള കാര്യങ്ങൾ വിശദമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ചെറുതായ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ ആദ്യമായി ഈ കാര്യം സമർപ്പിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുക, മനസ്സിലാക്കുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനും കാണാൻ വേണ്ടി ശ്രമിക്കുക. പകുതി കണ്ട് പകുതിയാക്കരുത്. കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയെന്ന് വെച്ചാൽ അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അത് മനസ്സിലാക്കി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ചെയ്യേണ്ടത്. പിന്നെ തുടക്കത്തിൽ തന്നെ ഞാൻ പറയാം, ഷുഗർ രോഗി പരിപൂർണമായിട്ടുള്ളൊരു ഷുഗർ രോഗിയാണ് എങ്കിൽ ഷുഗറിനുള്ള മരുന്നും ഇൻസുലിനും നിർത്തിയിട്ട് വേണം ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിലേക്ക് പ്രവേശിക്കാൻ. എന്നിട്ട് ഒരു മാസം ടെസ്റ്റ് ചെയ്തതിന് ശേഷം ബാക്കി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അത് ഞാൻ തുടർച്ചയായിട്ട് പറയും. മരുന്ന് നിർത്തിക്കൊണ്ട് വേണം ഈ ഭക്ഷണം നിങ്ങൾ കഴിക്കാൻ. മരുന്ന് നിർത്തിക്കൊണ്ട്, തുടർന്ന് മരുന്ന് കഴിച്ചുകൊണ്ട് നിൽക്കണം, മരുന്ന് നിർത്തിക്കൊണ്ട് വേണം ചെയ്യാൻ. അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോ കാണുകയും തുടർന്നുള്ള വീഡിയോ കാണുകയും ചെയ്യുക. അതിൽ വിശദമായി കൃത്യമായി ഞാൻ സംസാരിക്കുന്നതാണ്. കാരണം ഇത് ഷോർട്ടായിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് കേൾക്കാനും എന്തായിരിക്കും ഇതിൻ്റെ കണ്ടന്റ്, എന്തായിരിക്കും ഇവർ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കി തരുന്നൊരു ടൈറ്റിൽ മാത്രമാണിത്. ഇതിൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണിത്. ഇതാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഇതിന് ശേഷം വരുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുക, കാണുക, മനസ്സിലാക്കുക. മനസ്സിലായതിന് ശേഷം നിങ്ങൾ പിൻപറ്റുക. നിങ്ങൾക്ക് മനസ്സിലായതിന് ശേഷം പിൻപറ്റുക. ആ പിൻപറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ നല്ല രീതിയിൽ ഫോളോ ചെയ്ത് വളരെ കറക്റ്റായിട്ട് പോവുക. അത് ഏത് രീതിയിലാണ് പോകേണ്ടത് എങ്ങനെയെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ആ പറഞ്ഞു തരുന്ന രീതിയിൽ സന്തോഷകരമായൊരു ജീവിതം എല്ലാവർക്കും, എല്ലാ രോഗികൾക്കും ഉണ്ടാകട്ടെ എന്ന് മാത്രം കാംക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. എൻ്റെ വീഡിയോ കാണുന്നത് നന്ദി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കാണുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക.
മറ്റുള്ളവർക്ക് എത്തിക്കുക. എൻ്റെ ഓരോ വീഡിയോസും ഇതിനെ പറ്റിയായിരിക്കും. ആദ്യം അത് തുടക്കം മുതൽ ഒന്നായിട്ട് ഇതിൽ ഇടാൻ പറ്റൂല, നിങ്ങൾക്ക് അറിയാം, മൊത്തത്തിൽ ഇടാൻ പറ്റൂല. കാരണം കേൾക്കാനുള്ള സമയം ഉണ്ടാവില്ല, കേൾക്കാനും കഴിയില്ല. അപ്പോൾ ഞാൻ ഓരോ വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് ഇതിൻ്റെ ഒന്നാമത്തെ വീഡിയോ ആണ്. ഇതിന് ശേഷം രണ്ടാമത്തെ വീഡിയോ, ഇങ്ങനെ 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്. കാരണം എൻ്റെ അറിവ് അത്രയേ ഉള്ളൂ. അത് നിങ്ങൾ കാണുക. ഇത് പാർട്ട് 1. ഇനി രണ്ടാമത്തെ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ അടുത്ത സെക്ഷനായിട്ട് ഇടാം. അത് പിന്നെ കേൾക്കുക, മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.